ഞാനെത്തി. അപ്പോൾ എല്ലാവരും എത്തിയോ? ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയാമോ? ഇന്നൊരു ലെയർ ചെയിൻ ഹാങ്ങിങ് കമ്മലാണ്. ഹാങ്ങിങ്ങും ഉണ്ട്, സ്റ്റഡുണ്ട്. പിന്നെ കുറച്ച് കമ്മൽ കാണിക്കട്ടെ ഞാൻ ചെയ്തത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ ഒരു ടെക്നിക്കുണ്ട്, ഒരു കണക്കുണ്ട്. അതെല്ലാവർക്കും ഒന്നും അറിയില്ലല്ലോ, അറിയാവുന്നവർക്കെല്ലാം അറിയത്തുള്ളൂ. ഇത് മറ്റൊരു കളർ. ഇത് സ്റ്റഡായിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ സ്റ്റഡാണെങ്കിൽ നന്നായിരിക്കും. കാതിൽ ചേർന്നിരിക്കുന്ന കമ്മലുകളാണ് എനിക്ക് ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ, കുട്ടികൾക്കൊക്കെ ഹാങ്ങിങ്സ് ആയിരിക്കും നല്ലത്. ഇതും സ്റ്റഡാണ്. പഠിക്കേണ്ട അമ്മമാർക്കുള്ള സ്റ്റഡും എങ്ങനെയുണ്ടെന്നുള്ളത് ഇത് നമ്മൾ ഓടിച്ചൊന്ന് കാണിച്ചു തരാം. ഓടിച്ചല്ല, പറഞ്ഞു തരാം. സമയം ഇതെല്ലാവരും പറഞ്ഞു തരുമ്പോഴത്തേക്ക് ഒത്തിരി സമയമായി പോയില്ല. എന്നാലും നിങ്ങൾ കാണാനായിട്ട് കാത്തിരിക്കുമെന്നുള്ളത് എനിക്കറിയാം. ക്ഷമയോടുകൂടി കാത്തിരിക്കും. അപ്പോൾ പിന്നെ എനിക്ക് കാണിച്ചു തരുന്നതിന് മടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഐറ്റംസ് എന്തൊക്കെയാണെന്നറിയാമോ? ഇന്ന് നമുക്ക് പഴയതുപോലെ തന്നെ നൂലും സൂചിയും ഒന്നുമില്ല, പശയുണ്ട്. പിന്നെ ലെയർ ചെയിൻ, ഇത് പല കളറിൽ കിട്ടും കേട്ടോ. ഇതൊരു കോപ്പർ കളറാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക്. ഇത് സിൽവർ കളറ്. അടുത്തത് നിങ്ങൾ കാണാത്തൊരു സംഭവമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് ശരിക്കും എന്താണെന്നറിയാം, പ്രസ് ലോക്കാണ്. സിൽവറും ഉണ്ട്, ഗോൾഡും ഉണ്ട്, സിൽവറും ഉണ്ട്. ഇതെല്ലാം പ്രസ് ലോക്കാണ്. ഇങ്ങനത്തെ പ്രസ് ലോക്ക് വെച്ചാണ് നമ്മൾ ഈ സ്റ്റഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, അതെ, ഈ സ്റ്റഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തത് നമ്മൾ ഫ്ലവർ സ്റ്റഡ്, അതിൻ്റെ സിൽവറാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഏതായാലും എല്ലാം ഏത് കളറായാലും നിങ്ങൾ മെത്തേഡെല്ലാം ഒരുപോലെ തന്നെ ആയി. അതിൻ്റെ തന്നെ ഗോൾഡും ഉണ്ട് കണ്ടോ. നമ്മൾ ഇത്ര നാളൊക്കെ ഗോൾഡ് കാണിച്ചല്ലോ. ഇതിൻ്റെ തന്നെ ആൻറ്റിക്കും ഉണ്ടാവും. ആൻറ്റിക്കിൻ്റെയൊക്കെ സെഷൻ വരുമ്പോഴേ നമുക്ക് ഓരോന്നും എടുത്ത് കാണിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ അമ്മമാർക്കും എല്ലാവർക്കും, എൻ്റെ അനിയത്തിമാർക്കും ചേച്ചിമാർക്കൊക്കെ സുഖം തന്നെ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഞാൻ കണ്ട് ഓരോരുത്തർ കടകളിലൊക്കെ നിൽക്കുന്നത്. അപ്പം എന്നെയൊക്കെ ഓടി വന്ന് പിടിക്കുകയൊക്കെ ചെയ്തു. അവർ പ്രതീക്ഷിക്കാതെ കണ്ടതാണ് എന്നെ. ഇന്നങ്ങനെ നമ്മുടെ നാട്ടിൽ, നിങ്ങളുടെ നാട്ടിലൊന്നും മഴയില്ലയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 5-6 ദിവസത്തെ തുണികളൊക്കെ ഇന്ന് എല്ലാവരും കഴുകിയെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. ഇതും കാണിച്ചു തരാം, ലെയറും കാണിച്ചു തരാം കേട്ടോ. സിമ്പിളാണ്. നിങ്ങൾ പറയാം ഇത് എനിക്കല്ലേ സിമ്പിളെന്ന് പറയും. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഏത് രൂപത്തിലെടുക്കുന്നു അതാണ് നമ്മുടെ കമ്മൽ. ഇനി പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അമ്മമാരുടെ പേരുകളൊക്കെ അങ്ങ് മറന്നുപോയി. ഇനി അടുത്തതിൽ അമ്മമാരുടെ പേരുകളൊക്കെ പറയാം കേട്ടോ. കുറേ അമ്മമാരുണ്ട് പാവമായിട്ട്. എന്തോ ഒരു സംസാരമാണെന്നറിയാം. നല്ല സ്നേഹമാണ് എല്ലാവരും എന്നോട്. എന്നിട്ട് ഇങ്ങനെ ചുറ്റുക. ഇതാണ് അതിൽ വന്നേക്കുന്ന അതിൻ്റെ ഒരു മുട്ട് വന്നേക്കുന്നത് കേട്ടോ. നടുഭാഗം ഇതാണ്. ഈ സ്റ്റോൺ ഇങ്ങനെ ഒരു കെട്ട് കെട്ടിയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ചുറ്റി ഇതുപോലെ കെട്ടുക. അപ്പോൾ ഒരു സ്റ്റഡിൻ്റെ ഒരു മോഡലാവും ഇത്. കറക്റ്റ് ആയിരിക്കണേ, എങ്കിലേ കുറച്ച് വീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇച്ചിരി ഇങ്ങനെ ഇരിക്കും. ഇതിനെ പിന്നെ നമ്മൾ പരത്തിയാണ് റെഡിയാക്കി എടുക്കുന്നത്. 2 കെട്ട് കെട്ടുക. ആ ഒരു രണ്ടാമത്തെ കെട്ടും അതിൻ്റെ മുകളിൽ തന്നെ വരണം കേട്ടോ, മാറരുതേ. അതിന് മുൻപ് നമ്മുടെ ഇതാണ് ഞാൻ പശയായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ സംഭവം കൊള്ളാം കേട്ടോ, സൂപ്പറാണേ. ഈ പശ ഇതിലേക്ക് എല്ലാം പുരട്ടി വെക്കണം. ഇത് ഉടനെ ഒന്നും ചെയ്യരുത്. കാരണം വെച്ചാൽ ഉടനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പോരും. ഏത് ഈ കെട്ട് വെച്ചേക്കുന്ന അമർന്ന് ഇരിക്കാനായിട്ട് കുറച്ച് ടൈം വേണ്ടി വരും. അതുകൊണ്ട് ഇവനെ ഒരു 2 സെക്കൻഡ് അല്ല ഒരു മിനിറ്റ് നമ്മളിങ്ങനെ വെച്ചേക്കുക. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആകും. ഇങ്ങനെ ഒട്ടുന്ന ഒരു പരുവം. ആ പരുവത്തിലാണ് നമ്മൾ ഈ ഒരു സ്റ്റഡ് അതിലേക്ക് പ്രസ് ചെയ്യുക. പായോന്നറിയില്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം പ്രസ് ചെയ്ത് വെക്കാം. അത് നോക്കിക്കൊണ്ടിരുന്ന് നമ്മുടെ സമയം പോവും. കുറച്ച് നേരം നമ്മളിങ്ങനെ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കണം. അതുപോലെ ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് വിളിച്ചിട്ട് ഓരോന്നിൻ്റെ വിലകൾ ചോദിക്കുകയാണ്. അപ്പം അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ഉള്ളത് ഞങ്ങൾ എല്ലാവർക്കും അയച്ചു തരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധനം തീരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സാധനം സ്റ്റോക്ക് തീരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തത് വന്നെങ്കിലേ നമുക്ക് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനൊരു എന്തായാലും ഒരു 3-4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കാലം ഞങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്ത് അതൊന്ന് കേൾക്കുക. പിന്നെ ചിലർ വെറുതെ വിളിക്കുന്നുണ്ട്, വെറുതെ വിലകൾ അറിയാനായിട്ട് വിളിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് എനിക്കും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിക്കുക. ഞാൻ പറഞ്ഞിട്ടില്ലേ, പരിസരത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കിടന്ന് തിരക്കരുത്. എനിക്ക് ഇതൊന്നും പറഞ്ഞു തരാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി നിൽക്കുന്നവരായിരിക്കണം. ഇപ്പം നമ്മൾ അതിനു വേണ്ടി നിൽക്കുന്നവരല്ലല്ലോ, നമ്മൾ ഓരോ വർക്ക് ചെയ്തുകൊണ്ട് നീങ്ങുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒട്ടിയിട്ടുണ്ട്. ഒട്ടിയതിന് ശേഷം മാത്രമേ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് വിടാവേ, അല്ലെങ്കിലേ നീങ്ങി നിരങ്ങി പോരും ഇതിങ്ങി. ഇനിയും കുഴപ്പമില്ല, ഇനി നമ്മൾ പറയുന്ന പോലെയൊക്കെ അവരിരിക്കും. ഈ ലെയറിൽ ഇങ്ങനെ ഈ സൈഡിലായിട്ടോട്ട് വെക്കുകയാണ്. പശ അഥവാ അതിൻ്റെ എന്തുവാണ്, പശ തീർന്നെങ്കിൽ ആ ഒട്ടിപ്പിൻ്റെ ഉള്ള തീർന്നു പോയി ഉണങ്ങിയെങ്കിൽ ഇച്ചിരി പശയും കൂടി നിങ്ങൾ വെച്ച് കൊടുത്താൽ മതി. നമുക്ക് ചിലതൊന്നും നമ്മുടെ കൈ കൊണ്ട് തൊടാൻ പറ്റാത്ത സംഭവങ്ങൾ, സ്റ്റോണൊക്കെ കാണും. അതൊക്കെ നമുക്ക് ഇത് വെച്ച് നമുക്ക് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാനുള്ള സംഭവമാണ് ഇത്. ഈ ഒരു കുടിൽ ഇതാണല്ലോ ലെന്ത് കൂടി നമ്മൾ ആദ്യം നടുക്കിട്ടേക്കുന്നത്. അപ്പം നമ്മൾ ഇതിനൊന്ന് അടുത്ത ഒരു സ്റ്റെപ്പ് കുറച്ച് കൊടുക്കുക. ഇനി അടുത്തത് നമുക്ക് ഇവിടെയാണ് വേണ്ടത്, ഈ സൈഡിൽ. അപ്പോഴും നമുക്ക് ചിലപ്പം ഇവിടെ പശ കാണത്തില്ല, മിക്കവാറും കുറച്ച് ടൈം ആയതുകൊണ്ട്. അങ്ങനെ കുറച്ചും കൂടി നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് അവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഇപ്പോൾ 3 ആയിട്ടുണ്ട്, നടുക്കുള്ളതായിട്ടുണ്ട്. ഇനിയിപ്പോൾ സൈഡിലൂടെ നമ്മൾ കവർ ചെയ്യാം. അപ്പോൾ അതിന് പശ വേണ്ടി വരും. ഇതുപോലെ പശ അങ്ങോട്ട് സൈഡിലോട്ടൂടെ തേച്ച് പിടിക്കും. ഒരുപാട് പശ തേച്ച് പിടിപ്പിച്ചങ്ങ് കോളമാക്കരുത് കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ ചുറ്റും കാണിച്ചു തരാം. സ്റ്റോൺ കാണത്തക്ക വിധത്തിലായിരിക്കണേ ചുറ്റുന്നത്. എന്ത് പശ ഒഴിച്ചാലും ഒരു 3 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യണേ, എങ്കിൽ മാത്രമേ ഇവരെ ഒട്ടിയിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പോരും. ഇങ്ങും ഇതൊക്കെ ഞാൻ നിങ്ങളെ ഉടനെ തന്നെ കാണിക്കുകയാണ്. ഈ ഫ്രെയിമിൻ്റെ സൈഡ് കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. അങ്ങനെ നമ്മൾ ഒരു സ്റ്റെപ്പ് പൂർത്തിയാക്കി. ഇത് കൂടുതൽ ആവശ്യം ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ പോകുന്ന കുട്ടികളില്ലേ, അവർക്ക് ഓരോരോ ആവശ്യങ്ങൾ വരുമല്ലോ പള്ളി സംബന്ധമായിട്ടുള്ള. എനിക്കതെല്ലാം ഒന്നും അറിയാൻ വയ്യത്തുകൊണ്ട് ഞാനത് പറയാത്തത് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ സ്വന്തമായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അവരിതേലൊക്കെ തേടിപ്പോകുന്ന വൈറ്റ് ഡ്രസ്സൊക്കെ കാണുമല്ലോ, അതിന് കണക്കാക്കി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തിടാം. വാങ്ങിക്കാൻ പോകേണ്ട ഒരു കാര്യവുമില്ല. ലെയർ ചെയിന് പലയിടത്തും പല റേറ്റാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ ലെയർ സ്റ്റോണിൽ പല ടൈപ്പുണ്ട്. ഭയങ്കര ഗ്ലേസിങ് ഉള്ളതുണ്ട്. അപ്പോൾ അതിനൊക്കെ വില കൂടുതലായിരിക്കും. അപ്പം ഇത് കുറഞ്ഞതാണ്. അത് നമുക്കിവിടെയൊക്കെ ഇതേലേ കിട്ടത്തുള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സ്റ്റോണുകൾ, നല്ല പേളിൻ്റേത് പല ടൈപ്പ് കിട്ടുമോ. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് നിങ്ങളെ കാണിച്ചു തരാം എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റും കൂടി നമുക്ക് ചെയ്യാം. ഒരിക്കൽ കൂടി ഈ കെട്ടൊന്ന് കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഇതിൻ്റെ ലെന്തുകൂടെ നോക്കിക്കോണേ. ഇതുപോലെ ഒരു കെട്ട് കെട്ടുക. ഇച്ചിരി ഇവിടെ ലെന്ത് കൂടിയാൽ നമുക്ക് പിന്നെ അത് കുറയ്ക്കുകയൊക്കെ ചെയ്യാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇങ്ങനെ വയ്ക്കുക. അതിന് മുൻപ് നമ്മുടെ ഫ്രെയിമിലൊന്ന് പശ തേച്ചിട്ടേക്കണേ, അല്ലെങ്കിൽ നമ്മൾ വെക്കുമ്പോഴത്തേക്ക് അതെല്ലാം അങ്ങ് പോകും. ഇതിന് മുകളിലൂടെ തന്നെ വേണം അടുത്ത കെട്ട് വരാൻ വേണ്ടി കേട്ടോ. എന്നിട്ട് ഇവിടെ കട്ട് ചെയ്യല്ലേ, ഇവിടെ ഇപ്പോൾ കട്ട് ചെയ്യല്ലേ. കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇത് ഇങ്ങ് അഴിഞ്ഞു പോരും. അപ്പോൾ നമ്മൾ കമ്മലിൽ പശ തേച്ച് നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒട്ടിക്കോളും. നേരത്തെ വെച്ച് അരമണിക്കൂർ മുമ്പൊന്നും വെച്ചേക്കരുത്. എല്ലാം ഒരു 3 മിനിറ്റെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഒട്ടുള്ളൂ. ഇനി ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതിൻ്റെ ബാലൻസ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം. നല്ല കത്രി ആയിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒട്ടിച്ച് വെച്ചത് കൂടി പോരും. ഇനി അടുത്തത് നമുക്ക് ഇവിടെ ഇങ്ങനെ പശ തേച്ചിട്ടാണ് നമ്മൾ ഈ സൈഡിലായിട്ടൊക്കെ അടുത്തത് വയ്ക്കുന്നത്. ഈ സൈഡിലൂടെ പശ തേച്ചോ, അപ്പോൾ കറക്റ്റ് അവിടെ അങ്ങ് ഇരുന്നോളൂ. ഒന്നും പറ്റിയില്ലെങ്കിൽ വേറെ ഒരു പണി ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ വയ്ക്കുക.
എന്നിട്ട് നമ്മൾ പിന്നീട് അളവ് നോക്കുമല്ലോ, അളവ് നോക്കുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതിപ്പോൾ എല്ലാം നേരെ ഈക്വലായിട്ട് വെച്ചേക്കാണ്. നമുക്കത് പിന്നീട് കട്ട് ചെയ്യാം. അതായിരിക്കും നമുക്ക് നല്ലത്. നിങ്ങൾക്കെല്ലാം നല്ലത് അതായിരിക്കും. ബാലൻസ് വരുന്നതിന് ഒന്നും കളയല്ലേ. അതൊക്കെ നമുക്ക് വേറെ വല്ലൊക്കെ ആവശ്യങ്ങൾ വരും, അപ്പോഴും നമുക്ക് അതിലേക്ക് വയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ കണ്ട, ഇത് നമുക്ക് നടുക്കത്തെയാണ് ആവശ്യം. അപ്പം നമ്മൾ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഇത്രയിട കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് സ്റ്റോണിൽ കയറി കൊള്ളരുത്. സ്റ്റോൺ പോയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പോയി. ഇത് കണ്ട, ഇപ്പോൾ ഒരു കറക്റ്റ്, ഇത് നിങ്ങളുടെ എളുപ്പവഴിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നേക്കുന്നതാണ്. ഇത്രയും ലെന്തൊന്നും വേണ്ട. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നായിരിക്കും. എന്നിട്ട് അടുത്ത ലെന്ത് എങ്ങനെ നോക്കണം എന്നുള്ളത് വെച്ച് ഇതാണല്ലോ നമ്മൾ ഒറിജിനലായിട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുമായിട്ട് നമ്മൾ ചേർത്ത് പിടിക്കണം. കണ്ടോ ഇങ്ങനെ പൂർത്തിയാക്കിയിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ ഇതുമായിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്, ഇത് കറക്റ്റാണ്. അതുപോലെ തന്നെ ഈ സൈഡ് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റുക. ഓക്കെ, ഇനി നമ്മൾ പൂർത്തിയാക്കിയിട്ടില്ല. ഇതിൻ്റെ ഈ സൈഡും കൂടി നമുക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ ആ കമ്മൽ ഓക്കെ ആയിട്ടുണ്ടേ. അതിന് നമ്മൾ ഇതുപോലെ പശ വെച്ച് കൊടുക്കണം. അത് നിങ്ങൾ കറക്റ്റ് കട്ട് ചെയ്ത് ഒന്നും സൈഡ് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇതുപോലെയുള്ള ഭാഗം വരുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് വയ്ക്കുക. ഞാൻ കാണിച്ചു തരാമേ. സ്റ്റോൺ കാണത്തക്ക വിധമെങ്കിലല്ലേ നല്ല ഷൈനിങ് കിട്ടത്തുള്ളൂ. ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ വെച്ച് കട്ട് ചെയ്ത് മാറ്റുക. ഇച്ചിരി കൂടുതൽ കട്ട് ചെയ്താലും കുഴപ്പമില്ല, കുറഞ്ഞു പോകരുത് ഒരു കാരണവശാലും. എന്നിട്ട് ഇവിടെയും പശ തേക്കുക. ഇത് ഒട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പശയെ നന്നായിട്ട് റെഡിയായി ഒട്ടിക്കഴിഞ്ഞാൽ ഇവരെയൊക്കെ നമുക്ക് ഇതുപോലെ ചേർത്ത് വെച്ച് നമുക്ക് ഇതുപോലെ ഇതാക്കി മാറ്റാം, ഒന്നാക്കി മാറ്റാം. അങ്ങനെ നമ്മുടെ ഈ കമ്മൽ റെഡിയായി. ഞാൻ ഇനി സ്റ്റാൻഡിൽ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ കണ്ട, ഞാൻ ഈ കമ്മലിട്ടിട്ടുണ്ട് കണ്ടോ. ദൂരെയാണെങ്കിൽ രസമുള്ളൂ കാണാൻ, കൊള്ളാമോ? പക്ഷെ ഞാൻ ഇതൊന്നും ഇട്ടുകൊണ്ട് നടക്കത്തില്ല കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ സിമ്പിളാണ് ആശ. എനിക്ക് പക്ഷേ അങ്ങനെ ഓവറായിട്ടൊന്നും താല്പര്യമൊന്നുമില്ല. പിന്നെ ഇതുപോലെ ഫങ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കൊക്കെ നമുക്ക് ഇട്ടൊക്കെ പോകാൻ കൊള്ളാം അല്ലേ. ഇത് നമുക്കൊരു പാർട്ടി വെയർ ഓർണമെൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് 3 ലെയർ മാത്രമല്ല, നിങ്ങൾക്ക് ഇത്രയും ഞാൻ കാണിച്ചു തന്നില്ലേ, നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഒരു ലെയർ കൂടെ ഇപ്പുറത്തോട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് വീതിയായിട്ട് തോന്നും. അതുപോലെ തന്നെ ഇതിൻ്റെ വലിയ സ്റ്റോൺ വരുന്നുണ്ട്. അത് ഒറ്റ ചെറിയ സ്റ്റിക്ക് ബ്യൂട്ടി കിട്ടും, അല്ലെങ്കിൽ ചെറിയ ഫ്രെയിം വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ കമ്മലിൻ്റെ ചെറിയ ഫ്രെയിം, ആ ഫ്രെയിമിലോട്ട് ആ ഒരൊറ്റ കമ്മൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് ബാക്കി ലെന്താക്കി നീളത്തിയിട്ട് ഓരോ പിള്ളേർ പോകുന്ന കണ്ടിട്ടില്ലേ. അതൊക്കെ റെഡിമെയ്ഡാണ്, പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ഇനി അടുത്ത് നിങ്ങൾക്ക് ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് കാണിച്ചു തരട്ടെ. ഇത് കാണിച്ചു തരാം കേട്ടോ, ഇത് അടിപൊളിയല്ലേ. അപ്പോൾ ഇതിലാണ് നമ്മൾ ലെയർ സ്റ്റോൺ എടുക്കുമ്പോൾ ചെറിയ സ്റ്റോൺ എടുക്കാൻ നോക്കുക. കറിച്ചതാണ്ട് ഇതുപോലത്തെ സ്റ്റോൺ, വളരെ ചെറിയ സ്റ്റോൺ കിട്ടും. അതാണ് നമ്മൾ എടുത്താൽ മാത്രമേ ഇത്രയും വീതി നമുക്ക് ഉണ്ടാക്കാനും പറ്റുള്ളൂ, കാണാനും നല്ല ഭംഗി വരുത്തുള്ളൂ. ഇച്ചിരി വലുതൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത്ര വീതി കിട്ടത്തുമില്ല. അത്ര വലിയ സുഖമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇതിനൊരു ടെക്നിക്കുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ ഫ്രെയിമാണല്ലോ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്, ഇതിലത്തെ ഫ്രെയിമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. കേട്ടോ, ഇത് പ്രസ് ലോക്കാണ് കേട്ടോ, പ്രസ് ചെയ്യുന്നതാണ്. ബാക്ക് ത്രെഡൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയുള്ളൊരു ഹോളും ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഞാൻ ഈ കമ്മലിൻ്റെ സ്റ്റഡായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം കേട്ടോ. ഒരെണ്ണം കാണിച്ചാൽ പോരെ. ഇതുപോലെ കാർഡ്ബോർഡോ അല്ലെങ്കിൽ ഒരു പേപ്പറോ ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കട്ടി വേണം, ഒത്തിരി വീതിക്കെടുക്കാതെ. ഈ ഫ്രെയിമിൻ്റെ ഈ ഒരു പ്രസ് ലോക്കിൻ്റെ സൈസിന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ.
ഞാൻ നോക്കുവാണ് എത്രയാണെന്നുള്ളത്. ഒത്തിരി വീതിയും വേണ്ട, നമുക്ക് കുറച്ച് മതി. ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ട് ഇത്രയും വീതി വേണ്ട, നമുക്കിത് അകത്തോട്ട് വിടാനുള്ളതാണേ. ഞാൻ ഇത് എളുപ്പപ്പണിയാണ് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും. അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അത്രയും ഉള്ളവർക്കാണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇതകത്ത് കയറിയിരിക്കുന്ന ഈ രീതിയിൽ വേണം നമ്മളിത് ചെയ്യാൻ. ഇനി ഒട്ടിക്കുന്ന വിധം പറഞ്ഞുതരാം. ഇതിലേക്ക് നമ്മൾ പശ തേക്കുന്നു. ഇത് തന്നെയാണ്. കുറച്ച് നേരം ഒന്ന് ഒട്ടാനായിട്ട് ഒന്ന് അനുവദിക്കുക. അതൊന്ന് ഒട്ടി, അതായത് ഇങ്ങനെ വെക്കില്ലേ നമ്മൾ, കൈ ഇങ്ങനെ പരസ്പരം ഒട്ടത്തില്ലേ, ആ ഒരു സീനാണ് നമുക്ക് വേണ്ടത്. ആ ഒരു സ്റ്റേജാണ് നമുക്ക് വേണ്ടുന്നത്. ഇതുപോലെ നിങ്ങളങ്ങ് കട്ട് ചെയ്യുക. ഇത്രയും ലെന്തിൽ ഒരു ലെന്ത് ആദ്യം കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതേ ലെന്തിൽ തന്നെ നമ്മൾ, ഇത് കുറച്ചും കൂടി വലുതാണേ, സ്റ്റോൺ വലുതാണേ, അപ്പോൾ ചിലപ്പോൾ അത്രയും പോകണമെന്നില്ല. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിങ്ങെടുക്കുക. എത്ര ആവുമെന്നുള്ളത് ഞാൻ നോക്കട്ടെ, എത്ര എണ്ണം നമുക്ക് ഇതിൽ നിൽക്കുമെന്നുള്ളത്. എനിക്കൊന്ന് 4 എണ്ണമൊക്കെ നിൽക്കത്തുള്ളൂ. അത് ശരി, അതായാലും മതി. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ്, ഉദാഹരണ സക്കീത്തം. ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, നമ്മളതൊക്കെ കട്ട് ചെയ്ത് മാറ്റും. ഇത് പല രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാനുള്ള വകുപ്പുകളുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ എല്ലാം കൂടി പറഞ്ഞു തരാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് വേണേലും കട്ട് ചെയ്യാം. എന്താ, ഇങ്ങനെ വെച്ചിട്ടും കട്ട് ചെയ്യാം. ഞങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് വെക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര എണ്ണം ഇരിക്കുമെന്നുള്ളത്. 5 or 6 ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു, നോക്കട്ടെ. ഇതിന് ഒരുപാട് ക്ഷമ വേണം കേട്ടോ. ഈ ഒരു സ്റ്റോൺ ചെയിൻ നമ്മൾ വർക്ക് ചെയ്തെടുക്കണമെങ്കിൽ ഇത്തിരി ക്ഷമ വേണം. പക്ഷെ ഒട്ടാനുള്ളൊരു ടൈം കൊടുക്കണം. ഇതുപോലെ എല്ലാം ചെയ്ത് അപ്പുറത്തേക്ക് ഉള്ളതുകൂടെ ചെയ്തെടുക്കുക. ഏത് മറുകാതിലേക്കൂടെ 5 എണ്ണം, 1 2 3 4 5 എണ്ണം ഉണ്ട്. ഇത് 6 എണ്ണം ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ അല്ല അവർ. ഇപ്പോൾ ഇതിനെ നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടു. ഇതിൽ നിന്ന് 2 എണ്ണം കട്ട് ചെയ്തു, ഇവിടെ നിന്നുള്ള 2 എണ്ണം കട്ട് ചെയ്തു, അടുത്തൊരു 3 എണ്ണം കട്ട് ചെയ്തു, അടുത്തത് നമ്മൾ 4 എണ്ണം കട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മളിത് കട്ട് ചെയ്ത് പോകുന്നത്. കയറി പോകണം. ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്താലും ഒരു കുഴപ്പമില്ല. കാരണം അടുത്ത സ്റ്റോൺ പോകാതെ നോക്കണം. സ്റ്റോൺ പോയാൽ നമ്മുടെ വിചാരിച്ച ഒരു കാര്യം നടക്കത്തില്ല. ഇതിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു ലെയറിൽ അടുത്ത ലെയറിൽ നമ്മൾ ഇതിൽ നിന്ന് രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഒരു 3 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിനെ കട്ട് ചെയ്ത് ഈ സ്റ്റെപ്പാക്കി ഇടുന്നത്. വേറൊരു കാര്യം, ഇത് മാക്സിമം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഈ കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ എടുക്കാവേ. അല്ലാതെ നിങ്ങൾ എടുക്കല്ലേ. കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ഇങ്ങ് പോരും. കണ്ടോ, ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത്. കറക്റ്റായില്ലേ ഇത്? ഇനി അടുത്തത് നമ്മുടെ ഇതിനകത്ത് പശ തേക്കുക. തേക്കണം. പശ തേച്ച് ഇതുപോലെ തന്നെ ഒരുവിധം ഉണങ്ങാനായിട്ട് ഇട്ടേക്കണം. അല്ലെങ്കിൽ ഉടനെ എടുത്ത് വെക്കേണ്ട കാര്യമില്ല. അങ്ങനെ 2 എണ്ണവും അതുപോലെ ചെയ്യുക. ഇങ്ങനെ ഒരു 3 മിനിറ്റ് അതിനെ ഉണക്കാനായിട്ട് അനുവദിക്കുക. നമുക്ക് ഇവരെ അങ്ങോട്ട് കയറ്റി വിടാം. ഓക്കേ. ഒരുപാട് ശ്രദ്ധ ആവശ്യമുള്ളതാണ്. ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഇങ്ങനെ ഇരിക്കട്ടെ, അമക്കുന്നില്ല. ഇപ്പം ഞാൻ പ്രസ് ചെയ്യുന്നില്ല കേട്ടോ. അത് ഇനി അടുത്തതിലേക്കും അങ്ങോട്ട് അകത്തോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതും അവിടെ ഇരിക്കും. കുറേ നേരം ആകുമ്പോഴത്തേക്ക് അതങ്ങ് സെറ്റായിക്കോളും. ഓക്കെ, ഇങ്ങനെ ഇരിക്കട്ടെ കുറച്ച് നേരം. നല്ല രസമുള്ള കമ്മലാണ്. സെയിം നമുക്ക് ലോക്കറ്റ് ഉണ്ടാക്കാം ഇതുപോലെ തന്നെ. ഇതിപ്പോൾ സ്റ്റഡല്ലേ ആക്കിയത്. ഇതുപോലെ തന്നെ സിമ്പിൾ ലോക്കറ്റ് ആക്കാം. പിന്നെ ഇതുപോലെ തന്നെ കൊച്ചു പീസാക്കി നമുക്ക് മാലകൾ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും, കൊച്ചു പിള്ളേർക്കൊക്കെ. ഇപ്പം കൊച്ചു പിള്ളേരെ പേരും പറഞ്ഞ് വലിയവരൊക്കെയാണ് മാലയും കമ്മലൊക്കെ ഇടുന്നത് കേട്ടോ. എന്തായാലും കൊള്ളാം, കുഴപ്പമില്ല, നല്ലതല്ലേ. നീല ഇട്ട് കാണിക്കട്ടെ, ഇത് ഉണങ്ങുന്ന സമയം കൊണ്ട്. കണ്ടോ, കൊള്ളാമോ?
ഇതൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല കേട്ടോ, ഞാൻ ചുമ്മാ ഇട്ടെന്നേ ഉള്ളൂ വെറുതെ. കേട്ടോ ഇതൊക്കെ ആകുമ്പോൾ സ്റ്റഡൊക്കെ ആകുമ്പോൾ പ്രശ്നമില്ല. എന്തായെന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിനെ പ്രസ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, അത് വളരെ സൂക്ഷിച്ച് ചെയ്യണം. ഇന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് അമർത്തുക, പക്ഷേ ഇത് അമർത്താൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു വശം അമർത്തി കൊടുക്കുക, ഒരു വശം ചെറുതായിട്ട് അമർത്തി കൊടുക്കുക. അടുത്ത വശം ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് വീഡിയോയുടെ സമയം ഒരുപാട് നീണ്ടു പോവുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ മഴക്കോളൊക്കെ കയറി കൊള്ളുന്നുണ്ട്. ഞാൻ നേരത്തെ എടുക്കുകയാണ്, അതുകൊണ്ട് ഞാൻ പേടിച്ചാണ് ഇത് ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ പ്രസ് ചെയ്യാം. നിങ്ങൾ നല്ല ഉണങ്ങിയിട്ടൊക്കെ ചെയ്താൽ മതി, ധൃതിയൊന്നുമില്ല. ഇങ്ങനെ പ്രസ്സിങ് നടക്കത്തില്ല കേട്ടോ, ഇങ്ങനെ പ്രസ്സിങ് നടക്കത്തുള്ളേ. അതുപോലെ സ്റ്റോണ് പൊട്ടിപ്പോകുന്ന വിധത്തിൽ കിടന്ന് അമർത്തി കൊടുക്കല്ലേ ആരും. അങ്ങനെ അങ്ങോട്ട് ചെയ്യേണ്ട കാര്യമില്ല. അവസാനമാണ് നമ്മൾ ഇങ്ങനെ വെക്കുന്നത്, എങ്കിലേ അത് കറക്റ്റ് ആകത്തുള്ളൂ. ഇനി എന്താണെന്നറിയാം അടുത്ത പരിപാടി. ഇനി ഇവിടെ ഉണ്ടല്ലോ ഒരു ഡെക്കറേഷനുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഈ സ്റ്റാൻഡ് കാണും എല്ലാവരും. അത് വളരെ മോശമല്ലേ? നിങ്ങൾ പറ, എല്ലാവരും ഒക്കെ ഒന്ന് ചെയ്തിട്ടേ, ഞാനൊന്ന് കാണട്ടെ. അപ്പോൾ ഈ ബാലൻസുകൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടേക്കുന്ന ഒരു കാരണവശാലും കളയില്ല. നമുക്കിതൊക്കെ എന്തിനെങ്കിലുമൊക്കെ ചിലപ്പോൾ രണ്ട് പീസ് ആവശ്യം വരും, 3 പീസ് ആവശ്യം വരും, അങ്ങനെയൊക്കെ ആവശ്യങ്ങൾ വരും. അപ്പോൾ നമ്മൾക്ക് ഉപയോഗം വരുമില്ലേ, അത് കളയാതിരുന്നേച്ചാൽ മതി. ഇങ്ങനെ വയ്ക്കുക, ഓരോന്നിങ്ങനെ വയ്ക്കുക. ബാക്കിയുള്ള ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞോളാം. സ്റ്റോണൊന്നും പോയിട്ടില്ലല്ലോ? പോയിട്ടില്ല. ഇങ്ങനെ ലെവൽ ചെയ്യുക, മേശരിമാരൊക്കെ ലെവൽ ചെയ്യുന്ന പോലെ നമ്മൾ സ്റ്റോണിനെ ലെവൽ ചെയ്യുക. ഇതൊക്കെ ഉണങ്ങിയതിന് ശേഷം ബാക്കി വന്നവരൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. പശയില്ലെങ്കിൽ പശ തേച്ച് കൊടുത്തോണം, പശയില്ല അവിടെ. ഇതൊന്നും നമുക്ക് ഷോപ്പുകളിൽ പോയാലൊന്നും വാങ്ങിക്കാനൊന്നും കിട്ടത്തില്ല. പക്ഷെ ലെയർ സ്റ്റോൺ ഇഷ്ടം പോലെ കളറുകൾ വാങ്ങിക്കാൻ കിട്ടും. ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ വളരെ ക്ഷമ വേണം. വീട്ടിലുള്ളവരുമായിട്ട് വഴക്കിട്ടിട്ടൊന്നും ഇതൊന്നും ചെയ്യാനിരിക്കല്ലേ, എല്ലാം തെറ്റിപ്പോവും. നമുക്കൊക്കെ ഭയങ്കര ദേഷ്യമുള്ള കൂട്ടരല്ലേ. ഇനിയിപ്പോൾ ഈ സൈഡൂടെ മറച്ചു കൊടുക്കാം. അതിനൊക്കെയാണ് നമുക്ക് ഇങ്ങനത്തെ പീസുകളൊക്കെ ഉപയോഗിക്കാം. അല്ലെ പിന്നെ ഒരു സൈഡിൽ നിന്ന് നോക്കുന്ന വ്യക്തികൾക്ക് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നും. അത് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് സൈഡ് മറച്ചു കൊടുക്കുന്നത്. 2 പീസ് വേണേലും വയ്ക്കാം, 3 പീസ് വേണേലും, അത് നോക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. എങ്ങനെയാണത് മറയ്ക്കേണ്ടത്, എത്ര പീസ് വെക്കേണ്ടി വരുമെന്നൊക്കെ നമ്മൾ നോക്കുക. ഇതിപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അടങ്ങിയതണ്ട. അപ്പോൾ ഈ സൈഡ് മറഞ്ഞു, ഇതിനെല്ലാം കറക്റ്റ് ചെയ്ത് വെക്കുക. ഇതാണ് നമ്മുടെ സ്റ്റിക്ക് ബ്യൂട്ടി എന്ന് പറയുന്ന സംഭവം ഇതാണ്. ഇത് ഒട്ടിക്കാനുള്ള സ്റ്റാൻഡാണ് ഇത്. എൻ്റെ ഇങ്ങനെ ഇരിക്കും, ഇത് ആണിയാണിത്. അത് നമ്മൾ ഈ പശ ഒഴിച്ച് ഒരു 24 മണിക്കൂർ വെച്ചേക്കണം. അല്ല ഒരു നൈറ്റ് ഒട്ടിച്ച് നമ്മൾ രാവിലെ എടുത്താൽ മതി, നന്നായിട്ട് ഒട്ടിച്ചേരും. ഇങ്ങനെ അങ്ങ് ഒട്ടിച്ച് വയ്ക്കുക. പിന്നെ ഈ സ്റ്റാൻഡ് വേണ്ട എങ്കിൽ ഇയർ ടാഗ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹോളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇവിടെ ഒരു റിങ് പോലെ ഒരു സംഭവം ഉണ്ടല്ലോ, ആ റിങ്ങിനകത്തോട്ട് ഒരു സ്പ്രിങ് കൂടെ കട്ട് ചെയ്തിട്ടിട്ട് ഇയർ ടാഗ് തൂക്കിയിട്ട് കൊടുത്താലും മതി. ചിലർക്ക് സ്റ്റഡ് വേണ്ടാന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷവും സ്റ്റഡായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ സംഭവം റെഡിയായി. അങ്ങനെ കമ്മൽ റെഡിയായിട്ടുണ്ട്. ദാ ഇങ്ങനെ വെച്ചേക്കാം, പോരെ. ഇന്ന് നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാൻ പറ്റിയില്ല. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരു സൈഡിൽ കൂടെ മഴ പെയ്തു, അങ്ങനെ ആ ഒരു ടെൻഷൻ എനിക്കുണ്ടായി. തുണിയെല്ലാം വെളിയിൽ കിടക്കുകയായിരുന്നു. പിന്നെ അത് പറക്കാനായിട്ട് ഓടിയതിൻ്റെ ഇടയ്ക്ക് പിന്നെ വന്നിട്ട് ഞാൻ ഇത് ചെയ്ത് കാണിക്കണം, അങ്ങനെ കുറച്ച് ടെൻഷനായി പോയി ഇന്ന് കേട്ടോ. അതുകൊണ്ട് എനിക്ക് നമ്മുടെ കുട്ടികളുടെ അടുത്തും അമ്മമാരുടെ അടുത്തും ഒന്നും എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല.
അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമെന്നുള്ളത് എനിക്കറിയാം, ധാരാളം പേര് ചെയ്യുന്നുണ്ട്. ഞാൻ പോകുന്ന ഷോപ്പിലൊക്കെ ഇതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ സാധനങ്ങളില്ലയെന്ന് പറയുന്നു. അങ്ങനെ പാവകൾ തിരിച്ചു പോരുന്നു. അങ്ങനെയൊക്കെയാണ്. അയക്കാനുള്ളവർ ഒന്നുകൂടെ ഒന്ന് കുറച്ച് ദിവസം കൂടി ഒന്ന് ക്ഷമിക്കണം. കരുതാൻ നമുക്ക് ചില സാധനങ്ങൾ പെട്ടെന്ന് തീരുന്നതുകൊണ്ട് ആ സാധനം വരാനുള്ളൊരു താമസം കൂടി എടുക്കുന്നതുകൊണ്ടാണ് ഈ കൊറിയർ താമസിക്കുന്നത്. പിന്നെ കൊറിയറിൽ അയച്ചാലും അവർക്ക് കുറച്ച് താമസം വരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. കഴിവതും ഇനി നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും അയച്ചു തരാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാ സാധനങ്ങളും കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു താമസം കൂടിയുണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ പ്ലേറ്റഡ് സാധനങ്ങളെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ കാണിച്ച ഒരു സ്ക്വയറിൻ്റെ ഒരു മാലയില്ലേ പ്ലേറ്റഡ്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നായിരുന്നു അത് തീർന്നത്. അതും പ്ലേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്ലേറ്റിംഗ് സ്ഥലത്ത് നമുക്ക് കുറച്ച് താമസം ഡിലേ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇനി ആണെങ്കിലും എല്ലാവരും ഒന്ന് ശ്രമിക്കുക. ഒരാഴ്ചക്കാലം ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ. കാരണം എല്ലാം പാക്കിങ് ചെയ്യണം, ഇങ്ങനെ ഈ വീഡിയോ എടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിടക്കുകയാണ്. അപ്പം എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രം. എന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മാക്സിമം ആൾക്കാരെ ഞാൻ വിളിക്കുന്നുണ്ട്. അവർക്കും ഞാൻ എൻ്റെ വിളി ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. അപ്പോൾ അതോടൊപ്പം ഞാനും ഭയങ്കര ഹാപ്പി ആവുകയാണ്. അതുപോലെ എനിക്ക് അമ്മമാർ കുറേ പേരുണ്ടെന്ന്, ഇപ്പോൾ ഒരു 9 അമ്മമാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തൊരു സ്നേഹമാണെന്നറിയാം. സത്യം പറയാം, ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാനുള്ളതാണ്. പിന്നെ കരുനാഗപ്പള്ളിയിൽ ഒരമ്മയുണ്ട്, എറണാകുളത്തൊരമ്മയുണ്ട്, തൃശ്ശൂർ അമ്മയുണ്ട്, ഗുരുവായൂർ അമ്മയുണ്ട്, പിന്നെ വടകരയിലൊരമ്മയുണ്ട്. പിന്നെ വേറെ ആ അമ്മയൊക്കെ ഞാൻ എവിടെയാണെന്ന് അന്വേഷിച്ചില്ല. അവരൊക്കെ ഒരുപാട് ഏജുള്ളവരാണ്. അവരൊക്കെ ഫോൺ വിളിച്ചും ഒക്കെയാണ് എന്നെ വിളിച്ചങ്ങ് സന്തോഷം അറിയിക്കുകയാണ്. അവരൊക്കെ ചെയ്തില്ലേലും ശരി എൻ്റെ വീഡിയോസ് ഫുള്ളും കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മമാർക്കും നല്ല ആരോഗ്യവും സൗഖ്യവും കൊടുക്കട്ടെ ഈശ്വരൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഏജായില്ലേ, അപ്പോൾ നമുക്കും ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വന്നു തുടങ്ങിയ സ്ഥിതിക്ക് അവർക്കും അതുപോലെ അതിനേക്കാളും കൂടുതൽ കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരമ്മ, എറണാകുളത്തൊരമ്മയ്ക്ക് നല്ല സുഖമില്ലയെന്ന് പറഞ്ഞു, ക്യാൻസർ എന്തോ ആണെന്ന് പറഞ്ഞു. ആ അമ്മ കഴിഞ്ഞ ദിവസം കണ്ട് ഓപ്പറേഷൻ ആയി എന്ന് പറഞ്ഞു. എനിക്ക് ഡീറ്റെയിൽ ഒന്നും അറിഞ്ഞില്ല. അമ്മ പറഞ്ഞു ഞാൻ ഓപ്പറേഷന് പോവുകയാണ് കുഞ്ഞെ, പോയിട്ട് വന്നിട്ട് മോളെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അമ്മ സുഖമായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ അപ്പോൾ എല്ലാവരും വീണ്ടും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എഴുതാൻ മറക്കണ്ട. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് അഭിപ്രായങ്ങൾ അറിയണ്ടേ, അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ എനിക്ക് കമൻസ് കണ്ട് അത്ര നിറയ്ക്കാനൊന്നുമല്ല. കമൻസ് ഒക്കെ ഞാൻ വായിക്കുന്ന ഒരാളാണ്. അപ്പം നിങ്ങളുടെ കമൻസ് കാണുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി സന്തോഷം കൂടി വരും. നിങ്ങളിലേക്ക് നല്ല നല്ല ഐറ്റംസ് എത്തിക്കണമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹവും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും എന്നെ അറിയിക്കുക. അത് നല്ലതായാലും നിങ്ങൾക്ക് പറയാനുള്ള എന്തായാലും അത് പറയുക. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അല്ലാതെ ഞാൻ വലിയവളെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നൊരു വ്യക്തിയല്ല. ജ്വല്ലറി മേക്കിങ്ങിൽ ആരും വലിയവരല്ല. ചിലപ്പോൾ നിങ്ങളിലായിരിക്കും നല്ലൊരു ഐറ്റംസ് ഇറങ്ങി വരുന്നത്, അത് ഞാൻ സ്വീകരിക്കും, എന്നെ കാണിക്കുക. അപ്പം ഞാൻ ഓക്കെ ആണെന്ന് ഞാനും അത് ചെയ്ത് നോക്കും. അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ജ്വല്ലറി മേക്കിംഗ് ഞാൻ ആരുമല്ല, ഞാൻ വലിയൊരാളൊന്നുമല്ല. പിന്നെ ബിൻസിയുടെ കാര്യവും ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ പറയുകയാണ്. ബിൻസി വേറൊരു ഹോസ്പിറ്റലിൽ പോയിരുന്നു. വേറെ അല്ല, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ. കഴിഞ്ഞ രാത്രിയിലൊന്നും അത് ഉറങ്ങിയിട്ടില്ല. അതിന് ഭയങ്കരമായിട്ട് വേദനയും അത് ഉറക്കം അതായത് 12 മണിക്ക് തുടങ്ങിയത് അടുത്ത 12 മണി വരെ അത് കിടന്ന് കരച്ചിലും വിളിച്ചിലും ഒക്കെ ആയിരുന്നെന്ന് പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെയിൻ കില്ലർ ഒന്നും ഏൽക്കുന്നില്ല എന്നാണ് പറയുന്നത് ഇപ്പം. അങ്ങനെ ഒരു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഇന്നലെ മുതൽ കഴിച്ചു എന്ന് പറഞ്ഞു. എന്തായെന്നറിയില്ല. ഇന്ന് ഞാൻ വിളിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ എപ്പോഴും ഞാൻ വിളിക്കുന്നതാണ്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അതിൻ്റെ വിശേഷങ്ങൾ അറിയുന്നതാണ്. അപ്പോൾ ഇന്നലെയൊക്കെ ആൻറ്റിബയോട്ടിക് കഴിച്ച പ്രകാരം അതിന് ഭയങ്കര ഉറക്കമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിളിച്ചില്ല. ഇനി നമ്മുടെ വീഡിയോ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് വേണം അതിന് കുറച്ച് സംസാരിക്കാൻ, പുള്ളിക്കാർ ഉറങ്ങിയില്ലെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ബിൻസിയുടെ വിശേഷങ്ങൾ. നമുക്ക് പുറകെ പുള്ളിക്കാരിക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ. ബിൻസിക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മുടെ ആൾക്കാർ ചെറിയ തുകയായാലും ഇച്ചിരി വലിയ തുകയായാലും എല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും സഹായങ്ങൾ നിലച്ചിട്ടില്ല, കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ഭാഗത്തു നിന്നല്ല. അപ്പോൾ അത് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. രാജേച്ചി എൻ്റെ പേര് പറഞ്ഞാണ് മിക്ക ആൾക്കാരും പൈസയുടെ കാര്യം അവർക്ക് അയച്ചു കൊടുക്കുന്നതെന്ന് പറയുന്നു. ബിൻസി ആ കാര്യമെല്ലാം എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ചേച്ചി ഞാനിങ്ങനെ പൈസ അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ സഹായങ്ങളും അതിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ അത് അയച്ച എല്ലാവർക്കും, അതിൻ്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ താങ്ക്സ് പറയുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജ്വല്ലറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ അഭിപ്രായം അറിയിക്കുക കേട്ടോ.
ഓക്കെ. ഇനി അടുത്ത ജ്വല്ലറിയായിട്ട് നമുക്ക് അടുത്ത ബുധനാഴ്ച നല്ല സ്ട്രോങ് ഒരു ജ്വല്ലറിയാണ് വരുന്നത്. ആ ഒരു ജ്വല്ലറി ഞാൻ ഈ ശനിയാഴ്ച കാണിക്കാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അതെനിക്ക് കാണിക്കാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ഇച്ചിരി ഹെവി വർക്കാണ്. ഇച്ചിരി കഠിന പ്രയത്നം ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളിലേക്ക് ആ കളേഴ്സ് എത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് ഇന്ന് ഈ ഒരു ലെയർ സ്റ്റോൺ ചെയിനിലേക്ക് പോയതും അതിനെ ഞാൻ ബുധനാഴ്ചത്തേക്ക് മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ബുധനാഴ്ച ആ പുതിയ ജ്വല്ലറിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കട്ടെ. ഓക്കെ, ബൈ.